ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ മക്കളുടെ സ്കൂൾ വിശേഷങ്ങൾ, അഡ്മിഷൻ വിശേഷങ്ങൾ, ടെസ്റ്റും കാര്യങ്ങളും, പിന്നെ അതുപോലെ റോഹിക്ക് മക്കൾക്കുള്ള ബാഗ്, സ്കൂളിലേക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ വാങ്ങിക്കാൻ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്. എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണട്ടെ, ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്താണ് ഒരു കാര്യം പറയാൻ തോന്നിയത്. അതായത് കഴിഞ്ഞ വ്ളോഗിൽ ആരൊക്കെയോ കമൻസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഈ ഒരു ഹാൻഡ് ബാഗ് ഒന്ന് മാറ്റിക്കൂടെയെന്ന്. അങ്ങനെ കുഞ്ഞു എന്താ പറയുക, അത് ഇഷ്ടം കൊണ്ട് പറയുന്നതായിരിക്കും. ബാഗും അങ്ങനെ ഓരോ കാര്യങ്ങൾ, അത് ബോറാണ്, ഇത് ബോറാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സന്തോഷമാണ് നമ്മുടെ കാര്യങ്ങളിൽ മറ്റുള്ളവർ ശ്രദ്ധിക്കുമ്പോൾ. പക്ഷേ ഈ ഒരു ബാഗിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബാഗാണ്. ചിലത് നമ്മൾക്ക് കേട് വന്നാലും ഒഴിവാക്കാൻ തോന്നില്ലല്ലോ, പഴകിയാലും ഒഴിവാക്കാൻ തോന്നില്ല. ഞാൻ അങ്ങനെയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഞാനത് ഒഴിവാക്കാറില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ബാഗാണിത്. ഒരുപാട് സാധനങ്ങൾ ഈ ഒരു ബാഗിനകത്ത് കൊള്ളും ചെയ്യും കേട്ടോ. നമുക്കൊരു ബാക്കപ്പ് പോലെയാണ് എനിക്ക് ഈ ഒരു ബാഗ്. പെട്ടെന്ന് എവിടെയെങ്കിലും സ്റ്റേ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിലൊക്കെ എൻ്റെ എല്ലാ സാധനങ്ങളും അതിനകത്ത് ഉണ്ടാവും. ഈവൻ ടൂത്ത് ബ്രഷ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഞങ്ങളിപ്പോൾ ഇവിടെ ഫ്ലാറ്റിലോട്ട് മാറിയെങ്കിലും മിക്ക ദിവസങ്ങളും ഇക്കാടെ ഉമ്മാൻ്റെ അടുത്തേക്ക് പോകാറുണ്ട്. അതായത് ഇക്കാൻ്റെ സെക്കൻഡ് ബ്രദറിൻ്റെ വീട്ടിലോട്ട് കേട്ടോ. അപ്പോൾ അവിടേക്ക് പോവാണ്. സ്പൈഡർമാൻ്റെ ബാഗ് റോയിക്ക് വാങ്ങിക്കണം. ഓക്കെ, സ്പൈഡർമാൻ്റെ ഞാൻ മിണ്ടണില്ല. ഓക്കെ, അപ്പോൾ പിന്നെ ബാഗ് വേണ്ട. ബാഗ് വാങ്ങിക്കുകയാണെങ്കിൽ സ്കൂളിൽ പോകണം. അപ്പൊ സ്കൂൾക്ക് പോണില്ലേ? റൂയി സ്കൂൾക്ക് പോകണ്ടോ? അവള് കേക്കൂല. അവള് കേക്കൂലെന്ന്. സ്കൂൾക്ക് പോകുന്ന കുട്ടികൾക്ക് മാത്രമാണ് ബാഗ് ഉള്ളത്. റൂയിക്ക് സ്പൈഡർമാന്റെ ബാഗും ബോക്സും ഒക്കെ വാങ്ങിച്ചു തരാം. പക്ഷെ സ്കൂൾക്ക് പോകണം കേട്ടോ. സ്കൂൾക്ക് പോയ എല്ലാം വാങ്ങിച്ചു തരും കേട്ടോ. സ്കൂൾക്ക് പോകുമ്പോ എല്ലാം വാങ്ങിച്ചു തരും. സ്കൂൾക്ക് പോകുമ്പോ എല്ലാം വാങ്ങിച്ചു തരും. സ്കൂൾക്ക് പോകുമ്പോ എല്ലാം വാങ്ങിച്ചു തരും. സ്കൂൾക്ക് പോണ്ട, സ്കൂൾക്ക് പോണ്ട. ഉമ്മക്ക് സങ്കടാവുള്ളൂ റൂയി സ്കൂൾക്ക് പോണ്ട. ഓക്കെ, ഉമ്മക്ക് സങ്കടാവും റൂയി സ്കൂൾക്ക് പോണ്ട. ഓക്കെ, ഉമ്മക്ക് സങ്കടാവും റൂയി സ്കൂൾക്ക് പോണ്ട. സ്കൂൾക്ക് പോവാ. ടെൻഷൻ സ്കൂൾക്ക് പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് റൂയി സ്കൂൾക്ക് വീട്ടിൽ തന്നെ വരണം കേട്ടാ. എന്നിട്ട് ടീച്ചറോട് ബായ് പറയണം, പപ്പാന്റെ അടുത്തേക്ക് പോവെന്ന് പറയണം. സ്കൂളിൽ കുറച്ചു നേരം പോയാൽ മതിട്ടാ. സ്കൂൾ കുറച്ച് കളിച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ തന്നെ വരണം കേട്ടാ. ലോലിപോപ്പ്, മറ്റേ എന്താണ്, ബബിൾ ഗം അതൊക്കെ കഴിച്ചിട്ട് ഇങ്ങോട്ട് പോരുട്ടാ. പിന്നെ അമ്മു തിന്നിട്ട് വീട്ടിൽ തന്നെ വരണം കേട്ടാ. സ്കൂളിൽ കുറച്ചു നേരം നിന്നാൻ മതിട്ടാ. കുറെ നേരം നിൽക്കരുതിട്ടാ, പപ്പക്ക് സങ്കടാവൂട്ടാ. കുറച്ചു നേരം നിന്നാൻ മതിട്ടാ. ടീച്ചറോട് ഇങ്ങോട്ട് ബായ് പറയാ, നാളെ വരാന്ന് പറഞ്ഞിട്ട് അസ്സലാമു അലൈക്കും എന്ന് പോരോണ്ടിട്ടാ. അത്ര മതിട്ടാ. എന്നാ സ്കൂൾക്ക് പോയിക്കൊണ്ടിട്ടാ. ഓക്കെ, ഇഷ്ടമാണ്. അവള് കുറച്ചു നേരം സ്കൂൾക്ക് പോകും. എന്നിട്ട് ഇതേപോലത്തെ ബസ്സിൽ വരുമോ റൂയി? വീട്ടിക്ക് ഈ ബസ്സിൽ കയറിട്ട് വരുമോ? അവൾ പപ്പന്റെ കൂടെ വരുള്ളൂ. ആ ബസ്സിലൊക്കെ കുറെ കുട്ടികളുണ്ട്, അവർ സ്കൂൾക്ക് കഴിഞ്ഞ് വരികയാണ്. ശരിക്കും ഫ്ലാറ്റിൽ നിൽക്കുമ്പോൾ വേറൊരു വൈബാണ്. പക്ഷേ ഇവിടെ എത്തുമ്പം ഞങ്ങൾ തറവാട്ടിൽ വന്ന പോലെയാണ്. കാരണം തറവാട് വീടും ഇക്കാൻ്റെ സെക്കൻഡ് ബ്രദറിൻ്റെ വീടും അടുത്തടുത്തായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ തറവാട് പൊളിച്ചെങ്കിലും എന്താ പറയുക, അതിന് ഈക്വലായിട്ട് ഒരു വീടുള്ള പോലെയാണ്. കാരണം ഉമ്മ ഇവിടെയാണ്. പിന്നെ നമുക്ക് എല്ലാവരും ഇവിടെ അല്ലേ, ഈ ഒരു നാട്ടിലാണല്ലോ ഉള്ളത്. പിന്നെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചിലർക്ക് മനസ്സമാധാനം ഇല്ലാണ്ട് വീട്ടിൽ ആരോടും മിണ്ടാണ്ട്, റിലേറ്റീവ്സിനോടൊന്നും മിണ്ടാണ്ട് ഒതുങ്ങിക്കൂടുന്ന ആൾക്കാരുണ്ടാവില്ലേ, അവർക്ക് ഒരിക്കലും മനസ്സമാധാനം ഉണ്ടാവില്ല. ശരിക്കും റിലേറ്റീവ്സിനോടും നമ്മുടെ ബന്ധുക്കളോടൊക്കെ നമ്മൾ നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു വേറൊരു പ്രത്യേക ഒരു മനസ്സമാധാനം കിട്ടുന്നതായിട്ട് തോന്നാം. ശരിയാണോ തെറ്റാണോ നിങ്ങൾ കമൻസിൽ അറിയിക്കാം. മാക്സിമം ആരെയും വെറുപ്പിക്കാണ്ട് നിൽക്കുക. അങ്ങനെ നമ്മൾ റീനുവിൻ്റെ റോസുവിൻ്റെ സ്കൂളിലേക്ക് അവർക്ക് ഇന്ന് ടെസ്റ്റ് ഉണ്ട്, അതിനായിട്ട് പോവാണ്. ഓക്കെ, റീനുടെ പോവാൻ നേരം വരെ പഠിക്കണു. റൂഹി സ്കൂളിൽ പോയല്ലേ?
റൂയിക്ക് സംസാരിക്കാൻ പറ്റില്ല. റൂയിക്ക് സംസാരിക്കാൻ പറ്റില്ല. റൂയിക്ക് സ്കൂൾ എന്ന് പറയുമ്പോൾ ഭയങ്കര അലർജിയാണ്. അതുകൊണ്ട് റൂയി സ്കൂൾക്ക് പോകുന്നതൊന്നും പറയില്ല. എന്നാ നമുക്ക് റൂയി സ്കൂൾക്കൊന്നും പോണില്ല. റോസ് റീനുനെ സ്കൂളിലാക്കിട്ട് വരട്ടെ നമുക്ക്. ഓക്കെ, റൂയിക്ക് പോകുമ്പോ സ്പൈഡർമാന്റെ ബാഗ് പിന്നെന്താണ് സ്പൈഡർമാന്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് റൂയി സ്കൂൾക്ക് പോവാ അല്ലേ? സ്പൈഡർമാൻ ഡ്രസ് ഇടൂല. വേറെ ഡ്രസ് സ്പൈഡർമാൻ ഡ്രസ് ഇല്ലട്ടാ. ഫറാവൊക്കെ സ്പൈഡർമാൻ ഡ്രസ് കണ്ടില്ലേ? ആയിക്കോട്ടെ, അങ്ങോട്ട് സ്കൂൾക്ക് പോവോ? സ്പൈഡർമാൻ ഡ്രസ്സും ബാഗൊക്കെ ഇട്ടിട്ട് സ്കൂൾക്ക് പോവൂലേ? ആ, അപ്പൊ നിന്ന് പോവാ സ്കൂൾക്ക്? വാങ്ങിക്കാൻ പോകണുള്ളൂ. നല്ല മഴക്കാറുണ്ടല്ലേ? ഇല്ലേ? അതോ ഞാൻ ക്ലാസ് ഇട്ടിട്ടാണോ? ഞാൻ ക്ലാസ് ഇട്ടില്ലല്ലോ. മഴക്കാറല്ലേ? അവിടെ കാർമേഘം ഇരുണ്ട് ഓടി ഒന്നില്ലേ? മഴക്കാറ്. അങ്ങനെ നമ്മളിതാ MESലോട്ട് പോന്നു. ഓക്കെ, ഈ വഴികളൊക്കെ ഞങ്ങൾ സ്കൂൾ വിട്ടിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഇവിടുത്തെ നടന്ന് താഴെപ്പാലം വരെ നടന്നിട്ടുണ്ടായിരുന്നു ബസ് കയറാൻ വേണ്ടിട്ട്. എത്ര എടുക്ക് ഈ കയറ്റം കേറിയ 2.5 കിലോമീറ്ററോളം നടന്നു. 1 കിലോമീറ്റർ പോലും ഇല്ലാത്ത നടന്നു. എനിക്കിതൊക്കെ ഭയങ്കര ഇപ്പൊ നമ്മൾ നടക്കുന്നുണ്ടോ? കാണുന്ന സ്കൂൾ ഇതാണ് സ്കൂള്. അങ്ങോട്ട് പോണോ? പിന്നെ അതും തിരക്കായിരിക്കും ഈ സമയത്ത്. നമ്മൾ എത്ര അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞ് പോണം. ഓക്കെ, ഇന്ന് സ്കൂൾ ഉണ്ടല്ലേ? അപ്പൊ നമ്മൾക്ക് എത്രേ പറഞ്ഞിട്ടുള്ള സമയം 10 o'clock നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ തിരക്കിൽ നിൽക്കേണ്ടിയിരുന്നു. ഇവിടെയൊക്കെ ഫുള്ള് തിരക്കായിരിക്കും നമ്മൾ വരുമ്പോൾ. ഇന്നല്ല, അപ്പോഴും. ഈ വണ്ടിയിലൊക്കെ എന്തിനാ ഇപ്പൊ ഇവിടെ നിർത്തിച്ചിരുന്നത്? വൈകുന്നേരം വരെ എടുക്കും? അല്ല, 10 മണി കഴിഞ്ഞല്ലോ. സമയത്തായി അവരെന്താ പോവാത്തത്? എല്ലാവരും നിർത്തിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ സ്കൂൾ ബസ്സല്ലോ. സ്കൂൾ വണ്ടിയല്ലോ. വരുന്നില്ലേ? റൂയി വാ, സ്കൂളിൽ പോണില്ല. എന്തെന്ന് ഫസ്റ്റ് ഡേ സ്കൂളല്ലല്ലോ. റൂയി സ്കൂളിൽ പോണില്ലെന്ന്. വാ വാ, ഇന്ന് റോസും റൂഹിയാണ് സ്കൂൾ പോണില്ല പോളെ. സ്കൂൾക്ക് പോകാറുണ്ടെ തന്നെ കരയാൻ തുടങ്ങിക്കുന്നവരോ. ഭയങ്കര കോമഡി ആയില്ല. റൂയി മോളെ ഇന്ന് പോണില്ല കേട്ടോ. പേടിക്കണ്ട. ഇന്ന് പോണില്ല. ഇന്ന് റോസുവിനാക്കാൻ പോവാണ്. റോസുവിനെ സ്കൂളാക്കാൻ പോവാണ്. പേടിക്കണ്ട കേട്ടോ. ഐസനെ റോസുവിനെ സ്കൂളാക്കാൻ പോവാട്ടോ. ഐസ വരണ്ട. ഓക്കെ. അങ്ങനെ പ്രിൻസിപ്പലിനെ കണ്ടു. ടെസ്റ്റിനുള്ള അറേഞ്ച്മെൻറ്റ്സൊക്കെ അവർ റെഡി ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 പേർക്കും ടെസ്റ്റാണ്. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഒരു 1/2 hour കൊണ്ട് കഴിയുമായിരിക്കും എന്ന്. പക്ഷേ ഒരു 2 hours മേലെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവരുടെ ടെസ്റ്റും കാര്യങ്ങളും. അത്യാവശ്യം ഒരു എക്സാം എഴുതുന്ന പോലെ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ സ്കൂൾ ഓൾറെഡി റീഓപ്പണൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഇവിടെ വെറുതെ നിൽക്കണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തിന് ഇക്കാൻ്റെ അമ്മായിയുടെ വീട് ഇവിടെ തൊട്ടടുത്താണ്. അപ്പോൾ അവിടേക്ക് പോവാണ്. സ്പൈഡർമാൻ്റെ ബാഗ്, ഡ്രസ്സ് സ്പൈഡർമാൻ്റെ അല്ല കേട്ടാ, ബാഗ് മാത്രമേ ഉള്ളൂ കേട്ടാ. സീബ്രന്റെ ഡ്രസ്സാണ്, സ്പൈഡർമാൻ്റെ ബാഗ് കേട്ടോ റൂയി. ഓക്കെ, സീബ്രന്റെ ഡ്രസ് ഇഷ്ടാണ്. ബാഗ് സ്പൈഡർമാൻ ആക്കി തരാം. എന്ത് മോളെ? എന്ത് റൂയി? ഒന്നും വേണ്ട, പറയട്ടെ. ഞാനാ ഒന്നും പറഞ്ഞിട്ടില്ല റൂയി മോളെ. ദേഷ്യം കണ്ടായി. അതിൻ്റെ ഇടയ്ക്ക് മക്കൾക്ക് എന്തൊക്കെയോ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് സ്കൂളിന് തൊട്ടടുത്തുള്ള ഷോപ്പിൽ പോയതാണ്. അപ്പം കറണ്ട് ഇല്ല. അപ്പോൾ ഇതാ ഇക്ക നേരെ തിരിച്ചു വന്നു. വണ്ടികളൊക്കെ എന്താ ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്ത് വെക്കുന്നു. അപ്പോൾ ഇവർക്ക് ഈ മാത്രമേ എല്ലാം അവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അത് ഇനിയിപ്പം ചിലപ്പം ചെറിയ KG കുട്ടികളിപ്പോൾ ഇവിടെ ആയിരിക്കും അല്ലേ? അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരിക്കും. KG കുട്ടികൾ തുടങ്ങിയിട്ടില്ലല്ലോ. മോണ്ടിസോറി റൂഹി ഉണ്ടല്ലോ. ഇല്ല, അതിപ്പോ ഇപ്പോഴല്ലല്ലോ വിടുക. അത് ക്യാൻറ്റീനിൽ ബിരിയാണി അപ്പോഴേക്കും കണ്ടുപിടിച്ചു. ഭക്ഷണം എന്ന് പറയുമ്പോൾ അപ്പം എന്തായാലും അമ്മായിൻ്റെ വീട്ടിലോട്ട് പോവാണ്. പോകുന്ന വഴി ഞാവൽപ്പഴം കണ്ടു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണത്. ഇവിടുത്തെ ആളാരാ? ഞാവൽപ്പഴം ആരാ? എനിക്കെന്നെ തികയൂല കേട്ടോ. ഇതാ ബാംഗ്ലൂർ ഞാവൽപ്പഴല്ലേ? നമ്മുടെ നാട്ടിൽ തന്നെയല്ലോ. നല്ലതാവുമായിരിക്കൂലേ? നല്ലത് നോക്കിയിടണേ ചേട്ടാ, നല്ലത് നോക്കണേ. എന്താ ഞാൻ 1/2 കിലോ ഞാവൽപ്പഴം. എത്ര ഇതിന്? 200. മൈ ഗോഡ്, ഇപ്പം ആരാ വാങ്ങിക്കുക ഇങ്ങനൊക്കെ? നല്ലതായിരിക്കുമല്ലേ? ഞാവൽപ്പഴത്തിൻ്റെ കൊതി കൊണ്ട് വാങ്ങിച്ചതാ. ശരിക്കും ഈദിൻ്റെ വ്ളോഗ് ഇപ്പോൾ ഷെയർ ചെയ്യേണ്ടതാണ്, പക്ഷേ അതിന് മുമ്പ് എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ പെൻഡിങ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇക്കാട് അമ്മായിൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ, നടുവിലങ്ങാടി, തിരൂർ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ നിന്നിട്ട് മോരും വെള്ളം ഫസ്റ്റ് തന്നെ കുടിച്ചു. നല്ല ചൂടാട്ടപ്പോൾ പുറത്ത്. ഇതിലാണ് നിങ്ങൾ കണക്ക് കൂട്ടുക? ഈ അളവിന് 60 രൂപയാണ്. ഈ ഒരു ഒന്നിന് 60. 3-4 പേർക്കാരൊക്കെ തോനെ വെച്ചിട്ടുണ്ട്. 8-10 വെച്ചിട്ടുണ്ട്. മഴക്കാലം ആകുമ്പോൾ സാധനം കിട്ടില്ല. നല്ല മണം. ഇതിന് ഓഫറുണ്ട്. ഇക്ക പിന്നെ ഇക്കാൻ്റെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോയാൽ ഇങ്ങനെയാണ്. അവിടുത്തെ സ്പെഷ്യൽ എന്താണോ അതിരുന്ന് കഴിക്കും. എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ഇക്കാക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് പണ്ട് മുതലേ അങ്ങനെ കേട്ടോ. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ എന്താ അമ്മായിൻ്റെ സ്പെഷ്യൽ ദോശയുണ്ട്, പുട്ടുണ്ട്, ചിക്കൻ കറി ഉണ്ട്, എരുന്ത് ഫ്രൈ ആക്കിയതുണ്ട്, ചമ്മന്തി ഉണ്ട്, എല്ലാതും ഉണ്ട്. അതവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് കൂടെ വർത്താനം പറയുന്നുണ്ട്. പിന്നെ കുറച്ച് എരുന്ത് മസാല വെച്ചത് വീട്ടിൽ പോയിട്ട് ഫ്രൈ ആക്കാനും തന്നിട്ടുണ്ട് അമ്മായി കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അത് ഉച്ചയ്ക്ക് ചോറിലേക്ക് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോകുന്നത്. അതായത് മക്കളെ തിരിച്ച് വിളിക്കാൻ പോവാണ്. ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടുന്ന് നേരെ ഫ്ലാറ്റിലോട്ട് പോകാനായിരുന്നു പ്ലാന്. പക്ഷേ മക്കൾ സമ്മതിച്ചില്ല. മക്കൾക്ക് അവരുടെ ആൻറ്റീൻ്റെ അടുത്തേക്ക് പോകണം എന്ന് പറഞ്ഞു. അതായത് ഇക്കാൻ്റെ സെക്കൻഡ് സിസ്റ്ററിൻ്റെ അടുത്ത്. മൂത്ത സിസ്റ്റർ ഹജ്ജിന് പോയതാട്ടോ, അവിടെ ഇല്ല. നമ്മൾ വരുമ്പോ വാങ്ങിക്കട്ടാ. റൂയി, നമ്മളെടുക്കാ പോണേ? അറിയില്ല. നമ്മളെടുക്കാ പോന്നേ? ഡോറയിൽ പറഞ്ഞ പോലെ നമ്മളെവിടുക്കാ പോകുന്നത്? നമ്മളെടുക്കാ പോകുന്നേ? പറയണ്ട. നമ്മൾ ഫ്ലാറ്റിൽ പോവാ. ഓക്കെ, ഒന്ന് ഷാജിന്റെ വീട്ടിൽ പോണ്ട. ഇവിടെ കോയിനെയും പൂച്ചനെയും ഒക്കെ നോക്കി നടക്കട്ടെ കേട്ടോ. എനിക്ക് സ്കൂളിലേക്കൊന്നും പോകണ്ടേ, എനിക്ക് പഠിക്കണ്ടേ. പഠിക്കണ സമയമാണ്. 6th സ്റ്റാൻഡേർഡിലോട്ടാണ്. ഈ സമയത്ത് ഇനിയിപ്പോ 6th ആയി, ഇനിയിപ്പോ 10th ആവാൻ പോവാണ്. 4 വർഷം എല്ലാരും പറയല്ലേ. അല്ല, എക്സാം ഒക്കെ എഴുതുമ്പോഴും അങ്ങനെ തന്നെ അല്ല എല്ലാവർക്കും പറയുന്നത്. 6th സ്റ്റാൻഡേർഡിലോട്ടാണ് പഠിച്ചോന്നേ, അതാണ് ഇതാണ്. സ്പൈഡർമാന്റെ ബാഗ് വാങ്ങിച്ചിട്ടുണ്ടേ. ഡോറിന്റെ ബാഗാ, കുട്ടിന്റെ അടുത്ത് ഡോറിന്റെ ബാഗ് വെക്കാം. അത് മതിയോ? അവള് സ്പൈഡർമാന്റെ ഫാനാണ്. സ്പൈഡർമാൻ ഡ്രസ്സ് വരെ അവൾ ഇടും. പറ, എത്ര ഡിവിഷനാന്നുള്ളത് അതിപ്പോ ഞാൻ എങ്ങനെ അറിയാം? ഞാൻ ഞാൻ MSc പോയ സമയത്ത് 4 ഡിവിഷൻ ഉള്ളത്. ഇന്നിപ്പോ അത് 10 ഡിവിഷൻ. 40 കൊല്ലോ? അതുകൊണ്ട് ഇതിലോട്ട് തെളിയിച്ചാല്. ഓക്കെ, ബൈ. കുട്ടികൾ സ്കൂളിലുണ്ടായിരുന്നില്ലേ? ഇത് ഷാജിന്റെ വീടാണെന്ന് അവൾക്ക് അറിയാം. അതുകൊണ്ടാണ് അവള് സ്കൂളിൽ പോകുന്നത്. ഇനിയിപ്പോ എന്ത് ചെയ്യാ? നമ്മളിവിടെ നിൽക്കൂ.
ഈ വരുന്നത് ഇത്താനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്താൻ്റെ സ്പെഷ്യൽ കൂട്ടാനുകൾ അതുകൊണ്ട് കഴിക്കാൻ പറ്റുക. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചിക്കനുണ്ടോ അല്ലെങ്കിൽ ബിരിയാണിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും നമ്മൾ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ. അതുകൊണ്ട് നാടൻ വിഭവങ്ങൾ കിട്ടിയിട്ടോ, പറയാണ്ട് വന്നുകൊണ്ട്. അപ്പോൾ ഇതാ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട് സ്പെഷ്യലായിട്ട്. അതുപോലെ തലേ ദിവസത്തെ മീൻ കറി ഉണ്ട്, മീൻ മുളകിട്ടത്. പിന്നെന്താ ഒരുപാട് വിഭവങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ഒരു വീട്ടിലോട്ട് പോകുമ്പോൾ പറയാണ്ട് പോയിരിക്കും ഏറ്റവും ബെസ്റ്റ്. എന്നാലേ നമുക്ക് നാടൻ വിഭവങ്ങൾ കിട്ടുള്ളൂ. ഇവിടെ വന്നാൽ പിന്നെ കുട്ടികൾ ഈ ഊഞ്ഞാലിൽ തന്നെ ആയിരിക്കും, പുറത്തായിരിക്കും കൂടുതൽ, അകത്ത് കയറില്ല. ഇവിടെ ഇതാ പച്ചമാങ്ങയല്ല, പഴുത്ത മാങ്ങല്ല, അതിൻ്റെ മീഡിയം പഴുപ്പുള്ള മാങ്ങ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് തിന്നുന്നുണ്ട്. മധുരമുണ്ട്, പുളിയുണ്ട്, ഉപ്പുണ്ട്, പുളിയുണ്ട്, അങ്ങനെ എല്ലാതും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ടേസ്റ്റ്. എന്നാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതാ ചോറ് കഴിക്കാൻ പോവാണ്. ശരിക്കും ബിരിയാണിയും മന്തി അല്ലെങ്കിൽ നാടൻ ചോറ് ഇതെല്ലാം കൂടി ഒരുമിച്ച് വെക്കുമ്പം ശരിക്കും എപ്പോഴും നമുക്ക് കഴിക്കാനുള്ളൊരു ഫീല് വരിക നാടൻ വിഭവങ്ങളല്ലേ. ഈ ഒരു മത്തനുണ്ടല്ലോ, ഇത് നമ്മൾ UAE നിന്ന് നമ്മുടെ ബാൽക്കണിയിൽ പാകിയ മത്തനുണ്ടല്ലോ, അവിടെ വള്ളിയിലൊന്നും ഉണ്ടായില്ല. ഇവിടെ അത് പാകിയപ്പം ആ വള്ളിയിൽ ഉണ്ടായ മത്തനാട്ടാ. അതായത് നമ്മൾ UAE നിന്ന് കൊണ്ടുവന്നിട്ടുള്ള മത്തൻ്റെ കുരുവാണ് ഇവിടെ പാകിയത്. ഇത് അമ്മായിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ഇതില്ലേ, എരുന്തില്ലി, അതിവിടെ വെച്ചിട്ടിപ്പോൾ ഫ്രൈ ആക്കി. പിന്നെ ഞാൻ ഏതായാലും വീട്ടിൽ പോയി കഴിക്കാൻ വിചാരിച്ചിട്ടുള്ള നമ്മളെ ഞാവൽപ്പഴം അത് ഇവിടുന്ന് കഴുകി അതും അതിൻ്റെ കൂടെ സൈഡ് വെച്ചു. ഇപ്പോൾ മിക്ക വീടുകളിൽ പോയാലും മാമ്പഴ പുളിശ്ശേരി ഒരു കോമൺ ആയിട്ടുള്ള ഐറ്റമാണ്. എനിക്കങ്ങനെ അത്ര ഇഷ്ടമൊന്നുമല്ല കേട്ടോ മാമ്പഴ പുളിശ്ശേരി, പക്ഷേ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കറി ഇഷ്ടമാണ് മാമ്പഴ പുളിശ്ശേരിയുടെ. ആ ഒരു മാങ്ങ അങ്ങനെ കഴിക്കുന്നത് ഇഷ്ടമല്ല, കാരണം മധുരമുള്ള കറി എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് മുളക് കറി ഉണ്ടായിരുന്നു, മീൻ മുളകിട്ട്. തലേ ദിവസത്തെ മീൻ മുളകിട്ടത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ അതാ ഞങ്ങൾ ഊണൊക്കെ കഴിച്ച് എന്തായാലും ഇനിയിപ്പോൾ ഫ്ലാറ്റിൽ പോയിട്ട് ഉണ്ടാക്കണ്ടല്ലോ, അതൊരു സമാധാനമുണ്ട്. ഇവിടെ തിരൂർ ഫ്ലാറ്റ് ആയതുകൊണ്ട്. പിന്നെ ഇത്താൻ്റെ അടുത്ത് നിന്ന് കുറേ സാധനങ്ങളും വാങ്ങിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. കാരണം ഫ്ലാറ്റിലോട്ട് ഒപ്പിക്കാൻ എപ്പോഴും ഇക്കാൻ്റെ വീട്ടിലോട്ട് പോകും, അവിടെ പിന്നെ സംസാരിച്ചിരുന്നിട്ട് സമയം കളയും, പിന്നെ അവിടുന്ന് സാധനങ്ങൾ എടുക്കാൻ മറക്കും, അങ്ങനെ പിന്നെ ഇവിടെ വരും, അങ്ങനെയൊക്കെയാണ്. ഇപ്പോഴും ഫ്ലാറ്റിൽ മൊത്തത്തിൽ സെറ്റായിട്ടില്ല, ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട്. ഇനി മക്കളുടെ സ്കൂളൊക്കെ റീഓപ്പൺ ആയി കഴിഞ്ഞാലേ ഒക്കെ ഒന്ന് ശരിയാവുള്ളൂ. അല്ല, സ്കൂൾ റീഓപ്പൺ ആയിട്ടുണ്ട്, മക്കൾ സ്കൂളിൽ പോയി തുടങ്ങിയാലേ ശരിയാവുള്ളൂ. പിന്നെ മുല്ലപ്പൂ ഉണ്ട് കേട്ടോ ഇത്താൻ്റെ വീട്ടിൽ. അപ്പോൾ ഞാൻ കുറച്ച് എടുക്കുമായിരുന്നു അവിടെ നിന്ന്. എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുല്ലപ്പൂ. എന്തായാലും തലയിൽ ചൂടിയിട്ട് കാര്യമില്ല, കാണൂല. അപ്പം ഞാൻ റൂമിൽ ഒക്കെ വെക്കും. ഓർമ്മകൾ ലൈവ് വോയിസ് ആയിട്ടാ. ഇപ്പൊ തന്നെ ഞാൻ വീഡിയോ എന്താ സാധനം? ചൊക്കിപ്പടാ കഴിക്കണതാ? നീ വെറുതെ വായിലിട്ട് തുപ്പാ. ആനവായിൽ അമ്പഴങ്ങ എന്ന് പറയട്ടില്ലേ, ആ അമ്പഴങ്ങ. മക്കളെ പേരിക്കാ റൂയിമോളെ, റൂയിമോളെ നമ്മളെവിടുക്കാ പോണ്? അറിയില്ല. ഓക്കെ ഓക്കെ, എന്നാ പിന്നെ നമുക്ക് പോണ്ട. അപ്പൊ എനിക്ക് അറിയില്ലേ എവിടുക്ക പോണ നമ്മള്? അറിയില്ലല്ലോ. നമുക്ക് പോണ്ട കേട്ടോ റിസ, നമുക്ക് പോണ്ട. വേണ്ട വേണ്ട, എവിടേക്കും പോണ്ട. അടിച്ചോ അടിച്ചോ. എനിക്ക് സ്പൈഡർമാന്റെ ബാഗ് ഞാൻ വാങ്ങിച്ചില്ല. ഓ നല്ല സ്ട്രോങ് ആയിട്ട് ആയിക്കോട്ടെ, ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഞാൻ വാങ്ങിച്ചു തരില്ല, ഞാൻ റോസിന് വാങ്ങിച്ചിട്ട് കേട്ടാ. എൻ്റെ റോസും ഒക്കെ വാങ്ങിച്ചു കൊടുത്തോണ്ട് റിസക്കും ഞാൻ വാങ്ങിച്ചു കൊടുക്കും സ്പൈഡർമാൻ്റെ ബാഗ് കേട്ടാ. ഓക്കെ. ടോയ്സ് വാങ്ങിക്കാൻ പൈസ ഇല്ല, എന്താ ചെയ്യാ? ബാഗ് വാങ്ങിക്കണോ ടോയ്സ് വാങ്ങിക്കണോ? സ്പൈഡർമാൻ ടോയ് വേണോ അല്ല സ്പൈഡർമാൻ ബാഗ് വേണോ ടോയ് വേണോ? വേഗം പറയും. രണ്ടിനും കൂടി പൈസ ഇല്ല. പാവാണ് കുട്ടി.
മിനിയൻസ് വേണ്ടി സ്പൈഡർമാനെ വേണ്ടി ആ ടോയ്സ് ഉണ്ടോ റബ്ബേ? എവിടെ? ആ ബാഗല്ലല്ലോ, സ്പൈഡർമാന്റെ ബാഗല്ലേ. നടക്ക്. അവിടെ നിന്ന് വാക്ക് മാറ്റരുതിട്ടാ. അങ്ങനെ റൂയിമോൾക്ക് ബാഗ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ അവൾ ഈ ഒരു ബാഗിൻ്റെ ഷോപ്പ് കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ സ്പൈഡർമാൻ ബാഗ് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് വലിയ ബാഗാണ് ഫസ്റ്റ് തന്നെ കണ്ടത്. അപ്പോൾ അവളെക്കാളും വലിയ ബാഗാണ്. അപ്പോൾ അത് ആദ്യം തന്നെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ അത് മാറ്റി വെച്ചിട്ടാണ് ചെറിയ ബാഗ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. അവളെ സൈസിലുള്ള ബാഗല്ല അവൾക്ക് ഇഷ്ടപ്പെട്ടത്. അവളെ സൈസിലുള്ള കാണിച്ചു കൊടുത്തിട്ട് അത് മൈൻഡേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾക്ക് വലിയ ബാഗ് തന്നെ വേണം. ഞാൻ UAE ഒരു ബാഗ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അന്ന് സ്പൈഡർമാൻ ബാഗ് വേണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ബാഗ് അവളെക്കാളും വലിയ സൈസാണ്. പിന്നെ ഇവിടെ മോണ്ടിസോറി ആയതുകൊണ്ട് തന്നെ ബുക്സ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് വെറുതെ ഒരു ബാഗ് അത്രയേ ഉള്ളൂ. അതിനകത്ത് കോട ഉണ്ടോ? സ്പൈഡർമാൻ്റെ കോട തന്നെ വേണം കേട്ടോ. സ്പൈഡർമാൻ ഇല്ല ഇതില്. റെയിൻബോന്റെ അംബ്രല്ല ഉണ്ടോ നിനക്ക്? അത് കണ്ടോ ഇഷ്ടമാവും. അടി അടി അടി. ഇവിടെ ശരിക്കും ഇവളുടെ ലൈവ് വോയിസ് നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ആ ഒരു ഷോപ്പിൽ മ്യൂസിക് ഇട്ടിട്ടുണ്ട്, എന്തോ ഒരു പാട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം കോപ്പി റൈറ്റ് സ്ട്രൈക്ക് എന്തെങ്കിലും വരും വിചാരിച്ച് ഞാൻ അവിടെ കട്ട് ചെയ്തതാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവരുടെ സംസാരം കേൾക്കാനൊക്കെ. നമുക്ക് പിന്നീട് കേൾക്കാമല്ലോ, അതൊക്കെ കുട്ടികൾ വലുതാവുമ്പോഴൊക്കെ കേൾക്കാമല്ലോ. അങ്ങനെ റോസു ബാഗ് യൂസ് ചെയ്തപ്പം അവൾക്ക് ബാഗ് വേണമെന്നായി. എങ്ങനെയാണ് അവൻ സ്പൈഡർമാൻ്റെ ഫാനായതെന്ന് ഒരു പിടുത്തമില്ല. കണ്ണാടി നോക്ക്. റൂയിക്ക് ശരിക്കും വലിയൊരു വേറൊരു ബാഗ് ഉണ്ടായിരുന്നു സ്പൈഡർമാൻ്റെ, അതാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് ഇഷ്ടപ്പെടിപ്പിക്കാൻ പറ്റ ഒരുപാട് കുറച്ചൊന്നും അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് ഈ ഒരു ബാഗ് കണ്ടിട്ടാണ് സ്കൂളിലേക്ക് പോകാനുള്ളൊരു ഇൻട്രസ്റ്റ് ചെറുതായിട്ട് കാണിക്കുന്നത്. ഇൻഷാല്ല നാളെയാണ് സ്കൂള് റീഓപ്പണിങ് റൂഹി മോൾക്ക് കേട്ടോ. പിന്നെ റൂഹി മോളുടെ ബർത്ത്ഡേ ആണെന്ന് ജൂൺ 10 കേട്ടോ. ഈ ഒരു വ്ളോഗ് എടുത്ത ദിവസമല്ല, ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ദിവസം. കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ഞാൻ ആരുടെയും ബർത്ത്ഡേ ഞാൻ വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ബർത്ത്ഡേ ആഘോഷിക്കേണ്ടെന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ആഘോഷമായിട്ടുണ്ടാവില്ല. അമ്മ പിടിച്ചോളാം. ഒഴിക്ക് കൈ വേദന എനിക്ക് ഇങ്ങോട്ട് പോര്. അമ്മ പിടിച്ചോളാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടാണെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതിയിരിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നതിലേക്കും ബൈ. താങ്ക് യു.